കൊച്ചിയിലെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് ലേറ്റായിട്ടാണ് വന്നത്. രാവിലെ എണീറ്റ് വന്നപ്പോൾ അമ്മയുടെ ക്ലാസ്സിൽ ട്യൂഷൻ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ട്. രാവിലെ തന്നെ എണീറ്റ് വരുന്ന കണി ഇവരുടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ആയിരുന്നു. ഇന്നാണ് അവർ ഓണാഘോഷ പരിപാടിയൊക്കെ നടത്താനിരുന്നത്. ട്യൂഷൻ പഠിക്കാൻ വരുമ്പോൾ പോലും ഇത്ര ആത്മാർത്ഥയോടെ നേരത്തെ വന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എറണാകുളത്തു നിന്ന് കുറേ പൂവൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു വീട്ടിലിടാൻ വേണ്ടിയൊക്കെ. അപ്പോൾ അത് അവരുടെ കൊടുത്തപ്പോൾ അവർ അത് മനോഹരമായിട്ട് തന്നെ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ പൂ മിച്ചമുണ്ടായിരുന്നു. ബാക്കി ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞു അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ എൻ്റെ ഓഫീസിലും കൊണ്ടുപോയി. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ ഈശ്വര പ്രാർത്ഥന ആരംഭിക്കണമല്ലോ. അപ്പം ഇന്ന് ബോയ്സാണ് ഇവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നത്. ബാക്കി എല്ലാവരും വളരെ ചിരിച്ച് കളിച്ച് അവിടെ ഇരിക്കുകയാണ്. കാരണം അവരുടെ പ്രാർത്ഥന കേട്ട് ആർക്കായാലും ചിരി വരും. ചെറിയ രീതിയിൽ നടത്താനെന്ന ഞങ്ങളുടെ പരിപാടി അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ നടന്നു. ആദ്യം തന്നെ അമ്മയുടെയും പിള്ളേരുടെയും ഒരു ഓണത്തിൻ്റെ പാട്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ കുട്ടി കലാകാരന്മാരുടെ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ കണ്ട ആ ഒരു ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തോട്ടിറങ്ങി. ഇനിയാണ് കുറച്ചേറെ വലിയ കലാപരിപാടികൾ നടക്കാം. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇനി കലാപരിപാടികളാണ്. ആദ്യം തന്നെ കസേര കളിയായിരുന്നു ഞങ്ങൾ നടത്തിയത്. കസേര കളി കഴിഞ്ഞ് ഞങ്ങൾ മിഠായി പെറുക്കലാണ്. അപ്പം മിഠായി പെറുക്കലിന് ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കടലയാണ് ഗൈസ്.
നെക്സ്റ്റ് സുന്ദരിക്ക് പൊട്ടിത്തൊടലാണ്. അപ്പം സുന്ദരിനെ ഞാനാണ് ഗൈസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം വലിയ തലയൊക്കെ വരച്ച് എല്ലാവർക്കും പൊട്ടൊക്കെ തൊടാൻ പറ്റുന്ന പാകത്തിന് ഇങ്ങനെ വലിയൊരു സുന്ദരി കുട്ടീനെ വരച്ച് വെച്ചു. തിരിച്ചാ വെച്ചേക്കുന്ന വൈറ്റ് ഇവൻ നേരത്തെ ചുറ്റിനും മറിയിക്കുന്നുണ്ട്. കൈ പിടിക്കില്ലേ മോനെ കുത്ര ഇവൻ കള്ളക്കളി കളിക്കും. സുന്ദരിക്ക് പൊട്ടോടൽ കഴിഞ്ഞ് നമ്മുടെ ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു. മുണ്ടുടുത്തവർക്ക് ഇച്ചിരി പാടായിരുന്നു കുപ്പിയിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടി. എന്നാൽ അവർ ഭയങ്കര ഭംഗിയായിട്ട് അതെല്ലാം ചെയ്തു. അപ്പം നമ്മുടെ പരിപാടികളെല്ലാം അവസാനിച്ചു. ലാസ്റ്റ് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടിയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. ആ ഒരു ഗെയിംസ് എല്ലാം കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണവും വിശപ്പും ഒക്കെ വന്നു. അങ്ങനെ പിള്ളേർക്കാണ് ആദ്യം ഫുഡൊക്കെ ഇട്ട് കൊടുത്തു. എല്ലാവരും കഴിച്ചു. മലരോണ പാട്ട് ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവരുടെ സദ്യയും ഗെയിംസും എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് മടങ്ങുവാണ്. എന്നാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെ നടത്തി.